ആഭിചാര ക്രിയകളിലും ജ്യോതിഷ താന്ത്രിക വിദ്യകളിലും മൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പലതരം വിശ്വാസങ്ങളുണ്ട്. അത്തരത്തിൽ കുറുക്കൻ്റെ രോമം, നഖം, പല്ല് എന്നിവ ചില പ്രത്യേക താന്ത്രിക ക്രിയകൾക്കായി ഉപയോഗിക്കാറുണ്ടെന്ന് ചില പഴയ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കുറുക്കൻ്റെ രോമം പിടികൂടിയ കേസുമായി ബന്ധപ്പെട്ടും ഇത്തരം ആഭിചാര ക്രിയകളെക്കുറിച്ച് കേട്ടു. വനവകുപ്പിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മാൻകൊമ്പും ഇരുതല മൂരിയും ഉൾപ്പെടെ കണ്ടെടുത്തത്. കേസിൽ 9 പേരെ അറസ്റ്റ് ചെയ്തു. മാൻകൊമ്പും കുറുക്കന്റെ രോമവും വിൽക്കാൻ ശ്രമിച്ചെന്ന കേസിൽ 5 പേരെയാണ് പരുത്തിപ്പള്ളി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത്. നെയ്യാറ്റിൻകര അരുവിപ്പുറം സ്വദേശി ജിംഷിൻ, എറണാകുളം ചിലവന്നൂർ സ്വദേശി ജയൻ, വടുതല സ്വദേശി മനോജ്, കോട്ടയം മേറ്റുമാനൂർ സ്വദേശി PB ചെറിയാൻ, മാരായമുട്ടം സ്വദേശി ഷിജുലാൽ എന്നിവരാണ് അറസ്റ്റിലായത്. നെയ്യാറ്റിൻകര അറക്കുന്നിൽ ജ്യൂസ് കടയിൽ വെച്ച് ഇവ വിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് വനം വകുപ്പ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ആഭിചാര ക്രിയകൾക്ക് ഉപയോഗിക്കുന്നതാണ് കുറുക്കന്റെ രോമമെന്ന് പ്രതികൾ മൊഴി നൽകി. വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ചാണ് കേസ്. പിടിച്ചെടുത്ത സാധനങ്ങളുടെ ഉറവിടം, ഇവ വിൽക്കാൻ ശ്രമിച്ചതിന് പിന്നിലെ ലക്ഷ്യം, കൂടുതൽ ആളുകൾക്ക് ഇതുമായി ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വനം വകുപ്പ് അന്വേഷണം തുടരുകയാണ്. കേസിലെ 1-ാം പ്രതിയായ ജിംഷിൻ നെയ്യാറ്റിൻകര നഗരസഭ ഇരുമ്പിൻ വാർഡിലെ UDF കൗൺസിലറുടെ ഭർത്താവാണെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. നെയ്യാറ്റിൻകര TB ജംഗ്ഷനിൽ നടത്തിയ പരിശോധനയിൽ ഇരുതല മൂരിയെ വിൽക്കാൻ ശ്രമിച്ച കരുനാഗപ്പള്ളി സ്വദേശി സുദർശനൻ, ഊരൂട്ടമ്പലം സ്വദേശി കേശവകുമാർ, ലക്ഷദ്വീപ് ആന്ത്രോത്തിലുള്ള അൻവർ PK, മാരായമുട്ടം സ്വദേശി രതീഷ് എന്നിവരെയും അറസ്റ്റ് ചെയ്തു. വനം ഇന്റലിജൻസിനും ക്രൈം കൺട്രോൾ ബ്യൂറോയ്ക്കും ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് റെയ്ഡ് നടത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. നിങ്ങളെക്കുറിച്ച് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.